മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുക. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിനു വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും. എന്നാൽ അവരുടെ കൂടെ മഹാദേവൻ എപ്പോഴും ഉണ്ടാകും. അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും ഒരുപാട് സൂക്ഷിക്കുക. എന്തിനും ഏതിനും തടസ്സം പറയുന്നവർ ഉള്ളിടത്തോളം ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തിനും കൂടെ നിൽക്കുന്നവർ ഉള്ളിടത്തോളം ഒരിടത്തും തോൽക്കുകയുമില്ല. ഭക്തരെ, മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം വരും. തീർച്ച. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മഹാദേവന്റെ തീരുമാനങ്ങളാണ്. അതിൽ പിഴവുകൾ സംഭവിക്കില്ല. കാത്തിരിക്കുക. ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വന്നു ചേരാനുണ്ട്. കാര്യം നേടാൻ വേണ്ടി സ്നേഹം അഭിനയിക്കുന്നവരെയാണ് നിങ്ങൾ കൂടുതൽ പേടിക്കേണ്ടത്. അവരോളം സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഭക്തരെ, ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാം ഉണ്ടെന്ന് അറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. താൻ കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതം തന്നെ ഒരു പാഠശാലയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളും അവിടെ തന്നെയുണ്ട്. ഭക്തരെ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. ആരെയും ചാരി നിന്നാവരുത് നിങ്ങളുടെ ജീവിതം. അവർ മാറുമ്പോഴുള്ള വീഴ്ച താങ്ങാനായി എന്ന് വരില്ല. ഭക്തരെ, ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കരുത്. അത് നിങ്ങളുടെ മനസ്സമാധാനം കളയും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. അത് നിങ്ങളെ അപമാനപ്പെടുത്തിയേക്കും. തിരക്കൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു കാണും. തിരിച്ചറിയുക, ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. മറ്റെന്തിനേക്കാളും നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. സ്വയം എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യാന്ത്രികമായി സന്തുഷ്ടനായ വ്യക്തിയായി മാറും. ഭക്തരെ, മറ്റുള്ളവരുടെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടിയ നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളുടെ ബുദ്ധി മറന്നു പോയാലും ഹൃദയം മറക്കില്ല. ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതങ്ങനെ പൊടിപിടിച്ചു കിടക്കുന്നുണ്ടാകും. ഭക്തരെ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാൻ, മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ തളരുമ്പോൾ ചേർത്ത് പിടിക്കാൻ കൂട്ടായി ഒരാൾ ഇല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ തീർത്തും അനാഥരാണ്. വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു. എന്നാൽ ചെവിയിലെത്തുന്ന വിഷം നിരവധി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം. എല്ലാം അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവർക്ക് മുന്നിൽ മൗനമാണ് നല്ലത്. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.